കഴിഞ്ഞ ദിവസം കാസ്പിയൻ കടലിടുക്കിൽ ഒരു ഇറാൻ വാണിജ്യ കപ്പലിനെ ഉക്രൈൻ ആക്രമിക്കുകയും ഒരു ഇറാൻ പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ പ്രതികാര നടപടിക്ക് തങ്ങൾ ഒരുങ്ങുന്നു എന്ന് ഇറാൻ ഉക്രൈനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. UN ചാർട്ടറിന്റെ നഗ്നമായ ലംഘനമാണ് വാണിജ്യ കപ്പലുകളെ ആക്രമിക്കുക എന്നുള്ളത്. ടെഹ്റാനോടുള്ള നിങ്ങളുടെ ശത്രുതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതെന്നും ഇറാൻ പറയുന്നു. ഒപ്പം തന്നെ ഇറാൻ കൊടുക്കുന്ന മറ്റൊരു മുന്നറിയിപ്പ്, കിഴക്കൻ യൂറോപ്പിലെയും പരിസര പ്രദേശങ്ങളിലെ സമാധാനം നിങ്ങളായിട്ടാണ് തകർക്കുന്നത്. ഇറാന്റെ തിരിച്ചടിക്ക് ഉത്തരവാദി ഉക്രൈൻ മാത്രമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഭീതിയിലാണ്. കാരണം ഇറാന്റെ ആക്രമണം ആ ഭാഗത്തേക്കുണ്ടാകാം. ഇതിനു മുൻപും ഇറാൻ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. കാരണം ഞങ്ങൾ ഇനി ആക്രമിക്കുന്നത് നിങ്ങളുടെ മേഖലയെ ആയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു രീതിയിലേക്ക് യുദ്ധം മാറുമോ എന്നാണ് എവരും നോക്കുന്നത്. അതിനൊരു വഴിമരുന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഉക്രൈൻ. ഇറാന്റെ കപ്പലിനെ ആക്രമിക്കുകയും ഒരു ഇറാനിയൻ പൗരൻ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇറാൻ ഇനി അടുത്ത നീക്കം എന്ത്, അതായത് GCC രാജ്യങ്ങൾക്കപ്പുറം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആക്രമിക്കുമോ എന്നാണ് അവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.